വികസനത്താൽ സമൃദ്ധമാണോ വൈക്കം നിയോജക മണ്ഡലം? അജിത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എത്രത്തോളം ഗുണം ചെയ്യും? കേന്ദ്ര സർക്കാർ പദ്ധതികൾ എത്രത്തോളം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്? ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി വികസനത്തെ ആദ്യം അദ്ദേഹം പറഞ്ഞു ഇത് കരിങ്കൽ കോട്ടയാണെന്ന് പറഞ്ഞു. ഈ കരിങ്കൽ കോട്ടയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അത് സിമെൻറ്റ് വെച്ച് കെട്ടിക്കഴിയുമ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ സിമെൻറ്റ് അടന്നു പോയിട്ട് ഈ കരിങ്കല്ലുകൾ ഓരോന്നോരോന്നായി ഇളകിപ്പോരും. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ അതുപോലെയാണ്. അവരുടെ കരിങ്കല്ലുകൾ, ആ കോട്ടയിലെ കരിങ്കല്ലുകൾ ഓരോന്നോരോന്നായി അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. അവർ മറ്റൊരു ഉറപ്പുള്ള പ്രതലത്തിലേക്കാണ് ആ കരിങ്കല്ലുകൾ വന്ന് വീഴുന്നത്. അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഉറപ്പുള്ള ഒരു പ്രതലമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശ്രീമാൻ കെ അജിത്തിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും പെടാപ്പാടുപെട്ടിട്ടുള്ള നിരവധിയായ സഹപ്രവർത്തകരും ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി, ദേശീയധാരയുടെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൻ സമയത്ത് BJP-യോടൊപ്പം വന്നിട്ടുള്ളത് എന്നത് പൊതുസമൂഹത്തിന്, വൈക്കത്തെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ബോധ്യമുള്ളതാണ്. പിന്നെ ഇടതുപക്ഷ സുഹൃത്ത് ഏറെ അഭിമാനപൂർവ്വം പറഞ്ഞു ഇത് സഖാവ് P. കൃഷ്ണപിള്ളയുടെ ജന്മനാടാണ്. ഞങ്ങൾക്കും അതിനകത്ത് അഭിമാനമുണ്ട്. സഖാവ് P. കൃഷ്ണപിള്ളയെ പോലെ ദീക്ഷണശാലിയായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജന്മസ്ഥലമാണ് വൈക്കം. വൈക്കം സത്യാഗ്രഹം നടന്ന ഭൂമിയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത് വാർഷികം ഇവിടെ ആഘോഷിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ സ്റ്റാലിനും തൊട്ടപ്പുറത്തുള്ള ബീച്ച് മൈതാനിയിൽ 10,000-കണക്കിന് കുടുംബശ്രീ അംഗങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചു, 2 കൂട്ടരും സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വൈക്കത്തോടുള്ള വികസനത്തിൻ്റെ കാഴ്ചപ്പാട് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം സ്റ്റാലിൻ പ്രഖ്യാപിച്ച പദ്ധതി 8 കോടി രൂപ മുടക്കി തന്തൈപ്പെരിയാർ സ്മാരകം പുനർനിർമ്മിക്കുമെന്ന് സ്റ്റാലിൻ ആ യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അത് അദ്ദേഹം 8 മാസം കൊണ്ട് നടപ്പിലാക്കി പുനരുദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ നവീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു. ശ്രീമാൻ പിണറായി വിജയനും ശ്രീമതി CK ആശയും കൂടി ചേർന്ന് പ്രഖ്യാപിച്ച ഈ വൈക്കം സത്യാഗ്രഹ സ്മാരകം എവിടെയാണ് എന്ന് ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവണം. സ്ഥലമെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? ഇന്ന് വർഷം എത്ര കഴിഞ്ഞു? എത്ര വർഷം കഴിഞ്ഞു? ഒരു പ്രഖ്യാപനം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞു? അതിന് സ്ഥലമെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊന്ന് സൂചിപ്പിക്കണം. മറ്റൊന്ന്, സഖാവ് P. കൃഷ്ണപിള്ളയെക്കുറിച്ച് ഞാനും പറഞ്ഞു, എനിക്കും അഭിമാനമുണ്ട്. ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ സഖാവ് P. കൃഷ്ണപിള്ളയെ ഏറെ ആദരിക്കുന്നയാളാണ്. ഞാൻ വളരെ ആദരപൂർവ്വം എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നു, കൃഷ്ണപിള്ളയ്ക്ക് ഒരു സ്മാരകം ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തുണ്ടോ? പാർട്ടി ഓഫീസുണ്ട്, അവരുടെ പാർട്ടി ഓഫീസിൻ്റെ പേര് P. കൃഷ്ണപിള്ള സ്മാരക മന്ദിരം എന്നൊക്കെ ആയിരിക്കും. അദ്ദേഹത്തിനൊരു സ്മാരകമില്ല. എന്തുകൊണ്ടാണ് സ്മാരകമില്ലാതെ പോയത്? 2 കമ്മ്യൂണിസ്റ്റുകളുടെയും ഇടതുപക്ഷ CPM-ൻ്റെയും CPI-യുടെയും ആദരണീയനായ നേതാവാണ് P. കൃഷ്ണപിള്ള. ഇവിടെ CPM-ൻ്റെ ശ്രീമാൻ സുജിൻ്റെ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തു. ഇവിടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഒരു കൃഷ്ണപിള്ള സ്മാരകം വേണം എന്ന് പറഞ്ഞ് ആ കൃഷ്ണപിള്ള സ്മാരകം ഒരു കലാലയം ആയി കൃഷ്ണപിള്ള സ്മാരക കോളേജ് വൈക്കത്ത് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് മുമ്പോട്ട് പോയി. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ വിവരം ഇവിടുത്തെ സ്ഥലം MLA ശ്രീമതി CK ആശ അറിയുന്നത്. CK ആശ നോക്കിയപ്പോൾ സുജിൻ്റെ നേതാവിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി വന്നാൽ അത് MLA എന്നുള്ള നിലയിൽ എനിക്ക് ദോഷമാണ്, CK ആശയ്ക്ക് ദോഷമാണ് എന്ന് വിചാരിച്ച് CK ആശ മറ്റൊരു കത്ത് കൊടുത്തു. അങ്ങനെ ഇടതു മുന്നണിയിലകത്ത് പ്രശ്നമുണ്ടായി. 2 കത്തുകളും പരിഗണിക്കേണ്ട എന്ന് പിണറായിയുടെ സർക്കാർ തീരുമാനിച്ചു. അതുകൊണ്ട് നഷ്ടമായത് കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്നും ആവേശമായ, ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായ സഖാവ് കൃഷ്ണപിള്ളയുടെ ഒരു സ്മാരകം നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യം വന്നു. പിന്നെ ഒന്ന് പറഞ്ഞു, വൈക്കത്ത് ഗവൺമെൻറ് ആശുപത്രി. സുജിനും ഓർക്കുന്നുണ്ടാവും, 5 വർഷം മുമ്പ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. അന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രി ശ്രീമതി KK ശൈലജയാണ്. ശ്രീമതി KK ശൈലജ അതിൻ്റെ വീഡിയോ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണും. ശൈലജയെ സ്വീകരിക്കാനായിട്ട് വാദ്യമേളങ്ങളോടെ സുജിനടക്കമുള്ള CPM നേതാക്കന്മാർ നിന്ന് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്ന്
ഇവിടെ ഒരു ആശുപത്രി സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. ആ ആശുപത്രി സമുച്ചയത്തിൻ്റെ പേര് വൈക്കം താലൂക്ക് അമ്മയും കുഞ്ഞും ആശുപത്രി എന്നാണ്. അമ്മയും കുഞ്ഞും ആശുപത്രി. അദ്ദേഹം ആ കൂടെ ചോദിച്ചു, നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ എന്താണ് ചെയ്തത് എന്ന്. നബാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ധനകാര്യ ഏജൻസി ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ, നബാർഡ്. ആ നബാർഡ് എന്ന് പറയുന്ന ധനകാര്യ ഏജൻസി 14 കോടി രൂപ മുടക്കി ഒരൊന്നാം തരം കെട്ടിടം ഇവിടെ പണിതു. കെട്ടിടം മാത്രമല്ല, അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് ആവശ്യമായ ഉപകരണങ്ങളടക്കം ആ നബാർഡിൻ്റെ ധനസഹായത്തോടു കൂടി വാങ്ങിച്ചു. ഇനി അതിനകത്തൊരു കാര്യം പറയുമ്പോൾ തുടർന്ന് സംസാരിക്കുന്ന UDF പ്രതിനിധിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് വൈക്കം നഗരസഭയുടെ കീഴിലാണ്. വൈക്കം നഗരസഭ കഴിഞ്ഞ 5 വർഷമായി ഭരിച്ചുകൊണ്ട്, പിന്നീട് തുടർന്ന് വന്ന ഇലക്ഷനിലും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയാണ്. ആ ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും വൈക്കത്തെ പ്രതിനിധീകരിച്ച MLAയും നബാർഡ് കൊടുത്ത പണം കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിൽ എന്തുകൊണ്ട് അമ്മയും കുഞ്ഞും ആശുപത്രി 5 വർഷം കഴിഞ്ഞു? ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ആ ഉദ്ഘാടനം നടത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നേട്ടമായി, ഇപ്പോൾ പറയുന്നത് പോലെ ഞങ്ങളുടെ നേട്ടമായി പറയാൻ വേണ്ടിയിട്ടാണ്. ആ ആശുപത്രി ഇന്നും ഈ വൈക്കത്തെ ജനതയ്ക്ക് അനുഭവവേദ്യമായിട്ടില്ല. ഇനി കെട്ടിടം പണി നടന്നുകൊണ്ടൊരു കെട്ടിടം ഇരിപ്പുണ്ട്. ആ കെട്ടിടം പണി ഈ ഞങ്ങളുടെ ഇവിടെ വടയാർ എന്ന് പറയുന്ന സ്ഥലം ആറ്റുവേലയ്ക്ക് പ്രസിദ്ധമാണ്. എനിക്ക് തോന്നുന്നത് രാജ്യത്ത് ആറ്റുവേല നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം എളങ്കാവ് ദേവി ക്ഷേത്രമാണ്. ഇവിടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്തെങ്കിലും പണി ഇങ്ങനെ തീരാതെ വന്നാൽ ഞങ്ങൾ പറയും ആറ്റുവേല വഞ്ചിയുടെ പണി പോലെ എന്ന് പറയും. ആറ്റുവേല വഞ്ചിയുടെ പണി പോലെയാണ് വൈക്കത്തെ താലൂക്ക് ആശുപത്രിയുടെ പണി നടക്കുന്നത്. ആശുപത്രി പോലെ ഇത്രയും ഗൗരവമുള്ള കാര്യത്തിൽ സ്വീകരിക്കുന്ന അനാസ്ഥ എന്ന് പറയുന്നത് അതാണ്. എത്ര കാലമായി പണി തുടങ്ങിയിട്ട് എന്നു തീർക്കും എന്നതിനെക്കുറിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു മറുപടി ഉണ്ടോ? ഇല്ല. പിന്നെ വേറെ ഏറെ ഇതോടുകൂടി പറഞ്ഞു, ഇവിടുത്തെ റോഡുകളെല്ലാം വളരെ ക്ഷേമമാണെന്ന് പറഞ്ഞു. ഈ CK ആശ ആദ്യമായി MLA ആയിട്ട് ഇപ്പോൾ 10 വർഷമായി. തോമസ് ഐസക്ക് 1ാം പിണറായി സർക്കാരിൻ്റെ 1ാമത്തെ ബഡ്ജറ്റ് കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് വൈക്കം വെച്ചൂർ റോഡ്. അന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുനർനിർമ്മിക്കുമെന്നാണ്. അത് അതിൻ്റെ പദ്ധതി നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കുന്നത്? ഒച്ചിന് ഇതിനേക്കാൾ വേഗതയാണ്. ഇതിനേക്കാൾ വേഗതയിൽ ദൂരങ്ങൾ സഞ്ചരിക്കും. ഇപ്പം 10 വർഷമായി. 10 വർഷമാകുമ്പോൾ 1000ഓളം ആളുകളുടെ ഭൂമി ഏറ്റെടുക്കണം. വൈക്കം വെച്ചൂർ റോഡിൻ്റെ വീതി കൂട്ടി പുനർനിർമ്മിക്കണമെങ്കിൽ 1000ഓളം ആളുകളുടെ ഭൂമി ഏറ്റെടുക്കണം, കെട്ടിടങ്ങൾ ഉൾപ്പെടെ. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് 40 പേർക്കാണ് പണം കൊടുത്തത്. 40 പേർക്ക്. ബാക്കി 960ഓളം പേർക്ക് ഭൂമിയുടെ വില കൊടുക്കാനോ സ്ഥലം ഏറ്റെടുക്കാനോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 10 വർഷം മുമ്പ് ബഡ്ജറ്റിൽ നിർദ്ദേശിച്ച ഒരു പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കണം. ഇനി നേരേക്കടവ് മാലക്കടവ് പാലം സുജിൻ പറഞ്ഞു, ആലപ്പുഴയും വൈക്കവും തമ്മിൽ കോട്ടയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. നടക്കുന്നുണ്ട്. വലിയ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ. ഇത് എല്ലാ പദ്ധതി ഇപ്പം 2600 ചിഷ്ടം രൂപയുടെ വികസനം നടന്നു എന്നാണ് പറഞ്ഞത്. വൈക്കത്തെ കേൾക്കുന്ന നാട്ടുകാർ മനസ്സിലാക്കണം, നമ്മുടെ ഖജനാവിൽ നിന്ന് 2600-ലധികം കോടി രൂപ വൈക്കത്തെ വികസനത്തിനു വേണ്ടി തട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നാണ് ശ്രീമാൻ സുജിൻ പറയുന്നത്. കാരണം 2600 കോടി രൂപയുടെ വികസനം വൈക്കത്ത് നമ്മൾ നോക്കുന്നത് എവിടെയെങ്കിലും കാണാനുണ്ടോ? ഇപ്പൊ പാലം, ഒറ്റ മിനിറ്റ് കൂടി, പാലം പണിതു. പാലം പണിയുന്നത് ആശ MLA ആയ ആദ്യ വർഷം G. സുധാകരൻ എന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്ന് അതിനു മുമ്പ് K. അജിത്തിന്റെ കാലത്ത് അതിൻ്റെ പദ്ധതി ആരംഭിച്ചതാണ്. പക്ഷേ അന്നും ഒരു ഉദ്ഘാടനം നടന്നിരുന്നു. അങ്ങനെയാണല്ലോ, ഓരോ സർക്കാർ വരുമ്പോഴും ഓരോ മന്ത്രിമാർ വരുമ്പോഴും ഉദ്ഘാടനം ഇങ്ങനെ നടക്കുമല്ലോ. അങ്ങനെ 2ാമത്തെ ഉദ്ഘാടനം G. സുധാകരൻ്റെ നേതൃത്വത്തിൽ നടന്നു 10 വർഷം മുമ്പ്. 10 വർഷത്തിന് ശേഷം എത്ര പ്രാവശ്യം റിവൈസ് എഗ്രിമെന്റ് എസ്റ്റിമേറ്റ് അതിനുണ്ടാക്കിയെന്ന് പരിശോധിക്കണം. അതിൻ്റെ പിന്നിൽ റിവൈസ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നടക്കുന്നത് വലിയ കൊള്ളയാണ്. ഞാനൊരു വഴിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ഒരൊറ്റ മിനിറ്റ് കൂടി തന്നാൽ മതി. ഞാനൊരു വിവരാവകാശ രേഖയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി വൈക്കത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താം. വലിയ വലിയ പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്യുന്നത്. 2018 വളരെ ബോധപൂർവം സൃഷ്ടിച്ച ഒരു പ്രളയമുണ്ടായി കേരളത്തിൽ. ആ പ്രളയത്തെ തുടർന്ന് റീബിൽഡ് കേരള എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കി. ഞങ്ങളെയും സഹായിക്കാൻ വന്നു. ഞാൻ വെള്ളൂർ പഞ്ചായത്തിൽ, വൈക്കം നിയോജക മണ്ഡലത്തിലെ വെള്ളൂർ പഞ്ചായത്തിൽ ജീവിക്കുന്ന ഒരാളാണ്.
ഞങ്ങളെയും സഹായിക്കാനായിട്ട് വന്നു പിണറായി സർക്കാർ, ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നു ശ്രീമതി CK ആശ. CK ആശ മാത്രമല്ല, നമ്മുടെ UDF-ന്റെ നേതാവ് മോൻസ് ജോസഫിനും അതിനകത്ത് പങ്കുണ്ട്. കാരണം മോൻസ് ജോസഫിൻ്റെ മണ്ഡലമായിട്ടുള്ള കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ മുട്ടിയറയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ വൈക്കം നിയോജക മണ്ഡലത്തിൻ്റെ കള്ളാട്ടിപ്പുറം വഴി വടയാർ വരെ എത്തി അവിടെ നിന്ന് ചന്തപ്പാലം, തലയോലപ്പറമ്പിലെ സ്ഥലമാണ് ചന്തപ്പാലം മുതൽ മുളക്കുളം വരെ നീളമുള്ള 22 കിലോമീറ്റർ റോഡ് മര്യാദയ്ക്ക് കിടന്ന റോഡാ, വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുമായിരുന്ന റോഡാ. ആ റോഡ് 2018 അത് ടെൻഡർ ചെയ്തു. എത്ര കോടി രൂപയ്ക്കാണെന്നറിയോ? 111 കോടി രൂപ. എസ്റ്റിമേറ്റ് എമൗണ്ട് 109 കോടി രൂപ. മേരി മാത എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കരാർ കൊടുത്തു. ആ കരാർ കമ്പനി പണി നടത്തി ആ റോഡ് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ തകർത്ത് തരിപ്പണമാക്കി ഇട്ടിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ അവർ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇട്ടിട്ട് പോയി. അത് ശ്രീമതി CK ആശ നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ബഹുമാന്യനായ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് വർക്കിംഗ് പുരോഗതി ഇല്ലാത്തതുകൊണ്ട്, വർക്കിംഗ് റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് ആ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തു. റിസ്ക് ആൻഡ് കോസ്റ്റ് കണ്ടീഷൻ, മന്ത്രി നിയമസഭയിൽ ഉപയോഗിച്ച വാക്കാണ് റിസ്ക് ആൻഡ് കോസ്റ്റ് കണ്ടീഷനിൽ ടെർമിനേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ കൊടുത്ത വിവരാവകാശ രേഖയിൽ ഈ റോഡ് നിർമ്മാണം ഏറ്റെടുത്തത് KSTP എന്ന് പറയുന്ന ഏജൻസിയാണ്. ആ KSTP തന്ന മറുപടി എന്ന് പറയുന്നത് അവിടെ 30% റോഡിൻ്റെ പണി, 22 കിലോമീറ്റർ റോഡിൻ്റെ കോൺക്രീറ്റ്, ഒരടി ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പദ്ധതിയാണ്. അതിൻ്റെ 30% പണി പൂർത്തീകരിച്ചു. 40 കോടി രൂപ കരാർ കമ്പനിക്ക് നൽകി. 40 കോടി രൂപ എന്ന് പറഞ്ഞാൽ 109 കോടിയിൽ 40 കോടി രൂപ അവർക്ക് കൊടുത്തു, കരാർ കമ്പനിക്ക് കൊടുത്തു. എന്നിട്ടാണ് കരാർ കമ്പനി ജോലി ഇട്ടിട്ട് പോയത്. അതിനുശേഷം ഇപ്പോ റിവൈസ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. എത്ര കോടി രൂപയാണ് അതിന്റെ എസ്റ്റിമേറ്റ് തുക എന്നറിയോ? 145 കോടി രൂപ. 22 കിലോമീറ്റർ റോഡ് പണിയാൻ 22 കിലോമീറ്റർ റോഡ് പണിയാൻ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം നടത്താനാണെങ്കിൽ അവസാനിപ്പിക്കാം. മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, വെറുതെ പച്ചക്കള്ളല്ല ഞാൻ കേട്ടോണ്ടിരുന്നതല്ലേ. ശരിയാണ്. അല്ല, എങ്ങനെ ശരിയാകും? ആദ്യത്തെ അരമണിക്കൂർ ഞാൻ 3 പ്രതിനിധികൾക്ക് കൂടി അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതല്ലേ. ഞാൻ സുജിൻ പറഞ്ഞ കള്ളമല്ല, ഞാൻ കേട്ടോണ്ടിരുന്നതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് 109 കോടി രൂപയുടെ പണി ഒരു കരാർ കമ്പനി 30% പണി പൂർത്തീകരിച്ചതിന് ശേഷം റിവൈസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞ് 145 കോടി രൂപ. ഇതിനകത്ത് MLA-മാർ വൈക്കത്തെയും കടുത്തുരുത്തിയിലെയും UDF-ന്റെയും കോൺഗ്രസിന്റെയും MLA-മാർ ചേർന്ന് നടത്തിയ വലിയ തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഓക്കെ ഷിബു, യെസ്.